മൊത്തം തിന്നാ. ഇല്ലില്ല, അവിടെ നല്ല അടിപൊളി സ്ഥലം ഉണ്ടാവും. ഇവിടെയാണ് നമ്മുടെ മിന്മാളുള്ളത്. ഇവിടെയാണ് നമുക്ക് പോവാനുള്ളത് കേട്ടോ. ഇനി ഊരാൻ പോവാണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻഗേജ്മെന്റ് അല്ല ഗൈസ്, മൊത്തത്തിലൊന്ന് ഒരു ഔട്ടിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അധികം ദൂരത്തേക്ക് പോകേണ്ട സിനിമ എന്റെ വോയിസ് കിട്ടൂലേ. ഓക്കെ, അപ്പൊ നമ്മള് എൻഗേജ്മെന്റിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. നമ്മളിപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഈ നട്ടപ്പൊരി വെയിലത്ത് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ സ്ഥലം കാണിച്ചതിനും നല്ല രസം കിട്ടും, വ്യൂ ഉള്ള സ്ഥലം. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ അങ്ങനെയാണല്ലോ, ഇത്രയും നേരം ഈ കൂടെ ഒരു വണ്ടി പോലും പോയിട്ടില്ല. ഇത്ര നേരം ഇവിടെ ഒരു വണ്ടി ഇല്ലായിരുന്നേ. ഇപ്പൊ ഞാൻ ഇൻട്രോ എടുക്കാൻ നേരത്തെ അവിടെ വണ്ടി. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങോട്ട് വെച്ചു. ഈ സാധനത്തിന് അറിയോ? ഈ സാധനത്തിന് എന്താ സിനിമ പറയാ? ഇത് ഈ പഴുത്ത സാധനം എടുത്തിട്ട് നമ്മള്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ പൊട്ടിക്കാന്ന്. ഓഹ് അല്ല, അതെന്താ പൊട്ടാത്ത സിനു? ഇതിങ്ങനെ പൊട്ടുട്ടോ ഗൈസ്. നമ്മളിങ്ങനെ നല്ല മധുരണ്ട്, തിന്നും ഗൈസ്. ഞാൻ പൊട്ടിക്കണമെന്നൊന്നുമില്ല. സൂപ്പർ. അപ്പം നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നതാണ്. അതാണ് എൻഗേജ്മെന്റ് ഗേൾ കേട്ടോ. അത് അവിടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ വേഗം തന്നെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകണം. പിന്നെ എൻഗേജ്മെന്റിന്റെ അവിടുത്തെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവൂല മിക്കവാറും. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ. നമ്മളങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇടുന്ന പോലെ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് അവിടെ പോയിട്ടുള്ള പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം ഗൈസ്. പിന്നെന്താണ്, പിന്നെ ജെയ്യു എൻ്റെ അടുത്തില്ല, ജെയ്യു ഉമ്മച്ചിൻ്റെ അടുത്താണ്. ഞങ്ങളിവിടെ ആ പുരയിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നാ കേട്ടോ. അപ്പം സിനു ഇവിടെ വെയിലത്ത് നിന്ന് കരിയുന്നതാണ്. അതുകൊണ്ട് ഇനി ഇൻട്രോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അവിടെ എത്തിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇവിടെ കോട്ടാണ് കേട്ടോ, വലിയ പ്ലേ ഗ്രൗണ്ട്. ചെക്കന്മാർ കളിക്കുന്നുണ്ട് വെയിലത്ത്. ഓനിങ്ങനെ സിനുവിനിങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ. വെള്ളത്തിൽ ഇറക്കിയോണ്ട് ഇതിന്റെ ക്യാമറ ചത്ത്. ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കാം. അത് ലിനും അല്ല, ഇനുല്ല, ലിനൂസും പാത്തൂസും ഇവിടെ ഇരുന്ന് കഥ പറയുകയാണ് ഗൈസ്. പാത്താണോ ഇതൊക്കെ? ഇത് തിന്നോക്ക്. അതാ ഓക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടയില്ല എന്നാ കളഞ്ഞേക്ക്. അത് ചെറിയ തക്കാളി അങ്ങനെയാ തോന്നുന്നു പറയാ. ഇത് നോക്ക്, ചെറിയ തക്കാളി. തിന്ന് മധുര തിന്നോക്കടി പൊട്ടത്തി. മൊത്തം തിന്നാ. ഇല്ലില്ല, നല്ല മധുരമുണ്ട്. അത് തിന്നുന്നേ കഴിച്ച്. നമ്മള് പണ്ട് ഇഞ്ചപ്പുരേന്റെ അവിടെ ഉള്ളടത്ത് തിന്നലില്ലായിരുന്നോ? ഈ സാധനം തിന്നുന്നേ നമ്മള് കുറെ തിന്നാ പണ്ട് ചെറുപ്പത്തിൽ. ഇതാരൊക്കെ തിന്നിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യും ഗൈസ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഫോട്ടോസ്. ഇതാണ് ഗൈസ് നമ്മളെ ബ്രൈഡും ആൻഡ് ബാക്കിയുള്ള ആൾക്കാരും. ഇവിടുന്ന് നല്ല ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ് ഗൈസ്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇത്രയും വലിയ മതിലാണ് ഇവിടെ ഉള്ളത്. എന്റെ പുതിയ ചെരുപ്പ് ഗൈസ്. നല്ല രസമുണ്ട്, നല്ല അടിപൊളി സ്ഥലം അല്ലേ സിനു? നമുക്ക് ഗൈസ് അവിടെ ആരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കാക്ക നോക്ക് ഗൈസ്, അവിടെ നല്ല അടിപൊളി സ്ഥലം ഉണ്ടാവും. ആ കുട്ടീനെ പിടിക്ക്. നല്ല അടിപൊളി സ്ഥലം.
നിന്നാണ് ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. ഇത് വെറുതെ കേറി ഇരുന്ന് ഫോട്ടോ. അതെന്താ അവിടെ അവിടെ എന്താണത്? അത് വേറെ ലെവല്. അതെന്താണ് ഗൈസ് അവിടെ? അന്ത ഒറ്റക്കിനെ ഫോട്ടോ എടുക്കാൻ വെച്ചതോ? അതെ 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 ഗായ്സ്. നാളത്തെ ഇവിടെ വേറെന്തോ തിന്ന് കണ്ടിട്ട്, അല്ല ഞാൻ തിന്നു എന്തോ തിന്ന്. എന്താണത്? പറ്റോ? അറിയാണല്ലോ ഉള്ള കാട്ടിലുള്ള എല്ലാ പഴങ്ങളും ഇതോ ഞാനറിയില്ല കേട്ടോ. സെഫിന്റെ ആണ് ഉത്തരവാദി. ഈ വീഡിയോ പുറത്തു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും പറ്റിപ്പോയ സെഫിത്ത ഫുൾ അനുകരിക്കരുത്. ഫുൾ ഉത്തരവാദിത്തം സെഫിത്ത ഏറ്റെടുക്കുന്നതായിരിക്കും. മുഖം നോക്കി വെച്ചോട്ടോ. കിട്ടിയോ? ഇല്ല, കാണില്ല. ഇതിന്റെ കായ് തിന്നും പോലും. അതിന്റെ കായ് മേലെ ഈ സാധനം ഈ സാധനം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഈ സാധനം തിന്നോ? കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പണ്ട്. വേണ്ട കളഞ്ഞേക്ക്. തിന്നത് ഇല്ല, കഴിച്ചിട്ടില്ല. ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫറാണ് ഈ നിൽക്കുന്നത്. നേരത്തെ അടിമാലിന്ന് ആരോ വന്നപ്പോ ഫോട്ടോഗ്രാഫർ ആണോന്ന്. ശരിക്കും ഫോണുള്ളൂ, കേക്കാന്റെ കോസ്റ്റ്യൂമും പിന്നെ മുടിയൊക്കെ കണ്ടിട്ട് ക്യാമറമാനെ പോലെ ഉണ്ട്. ഓ എന്താ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാരും പോവാണ് കേട്ടോ. മേ വന്ന് കേറിക്കോ. ഡ്രൈവർ വന്ന് കേറൂ. ഈ ഒരു വണ്ടിയിൽ എത്ര ആൾക്കാരെ നോക്കൂ. ഡിക്കില് ആളാണ്. അവിടെ നോക്കൂ ഗൈസ്. ആൾക്കാരാ. നമ്മളെ ഡ്രൈവർ കയറോ? ആ വെള്ളക്ക് പൊരലെത്തിരി തരാ. ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്ക് എത്ര ആൾക്കാരുണ്ട്. 12 ആൾക്കാർ. കോപ്പിറൈറ്റ് വരും. നമ്മള് 2 കാറിലായിട്ടാണോ വന്നത്. 10 ബേക്കില്. ഈ ബേക്കിലുള്ള കാറിലാണ് എൻഗേജ്മെന്റ് കേടുള്ള കേട്ടോ. അപ്പൊ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളത് അവിടെ എത്തി. ഇനി അവിടെ മുട്ടായി എടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. കാരണം ചെക്കനൊക്കെ വരാനായി എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ മുട്ടായി എടുക്കലൊക്കെ കഴിഞ്ഞ് ഇതാണ് അവർക്ക് കിട്ടി മുട്ടായി. അപ്പൊ സീനു അതൊക്കെ എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. സിനു ഒന്ന് പിടിച്ച് കാണിച്ചു കൊടുക്കൂ. സിനു നിനക്കും വേണ്ടി ഇതേപോലെ ഇടും. ഇതൊക്കെയാണ് കിട്ടിയത്. എന്തോ എന്ത് സിനു? ഗൈസ് അങ്ങനെ നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ ഇന്ന് നേരെ ഇവിടുന്ന് എങ്ങോട്ടാന്നില്ലാണ്ട് പോവാണ് കേട്ടോ. കാരണം കാക്ക പറഞ്ഞ എല്ലാരും കൂടെ കൂടിയതല്ലേ, അപ്പം നമുക്കൊന്ന് പോയിട്ട് ചില്ലാക്കിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എവിടേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം വഴിയെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം എവിടേക്കാ പോണേന്ന്. എവിടേക്കാ പോകുന്നത് ഞാൻ ആദ്യം പറയാത്ത എനിക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം നേരെ ഇനി ഇതാ മോനെയും കൊണ്ട് ഒരു വരുന്നുണ്ട്. അവരെല്ലാവരും വരിക, വണ്ടി കയറി പോവുക, അതാണ് പരിപാടി. പിന്നെ ക്യാമറമാൻ സിനുവിനോടൊപ്പം ഷാലു. ഓക്കെ ആയിട്ട് ഓരെത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ആരാ പറയുന്നേ? ഗൈസ് നമ്മൾ ഇപ്പോൾ ഇവിടെ അന്താക്ഷരി കളിക്കാൻ പോവാണ്. കാരണം നമുക്ക് മാളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ അവിടെ എത്തുന്നവരെ 1.5 മണിക്കൂറിന്റെ ഇതുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കാം, അന്താക്ഷരി കളിക്കാം. അപ്പൊ ഫസ്റ്റ് പാടുന്നവരെ മുന്നു. ഫസ്റ്റ് ഇക്കാക്ക തുടങ്ങുന്നതായിരിക്കും. ഓക്കെ സെറ്റ്. ഇതാണ് കുമ്പിടി. പാട്. ബാക്കി ബാക്കി കൂടും കൂട്ടി കൂടെ ഞാൻ പോരാമോ കാണാപ്പൂരം മുത്തും തന്നാൽ കൂടെ ഞാൻ പോരാമോ.
ബാക്കി സെഫിത്ത മധുരയ്ക്ക് പോവാതടി മല്ലിപ്പൂ കൊണ്ടുവച്ച് ഒരു വീടിന്റെ തുടക്കാണ് അപ്പൊ കായാണ് അടുത്തോടെ ഇതാണ് ഫോറസ്റ്റ്. ചെമ്പരത്തി കമ്മലിട്ട് കുന്തി വള കയ്യിലിട്ട് കാത്തു നിന്നതാര് കമ്മലിട്ട് കാത്തു നിന്നതാര് നിന്നതാര് അപ്പങ്ങളും പാടും അമ്മായി ചുട്ടത് മരുമോളിക്കാൾ പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോളിക്കാൾ അമ്മായി കുച്ചമ്മായി മലക്കുവന്റെ കുണ്ടമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയേ ഞാനല്ലേ എന്നെ കിട്ടുന്നുണ്ടോ വാക്കുരുവികളെ വരുകുരുവികളെ വിതുരാവുകളെ മിഥുനങ്ങൾ ഇവർക്ക് ആശംസകളേകാ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കിനി വസന്തരാവിൽ രാവിൽ പാട്ടുപാടി എല്ലാവരും തൊണ്ടത്തെ വെള്ളവും പറ്റി. അപ്പോൾ സ്പ്രൈറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കാരണം ഈ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രൈറ്റ് കുടിച്ച ഒരു സമാധാനം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങേറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമൻറ്റ് ബിലോ ഗൈസ്, എനിക്കങ്ങനെയാണ്. അപ്പോൾ അതാ സ്പ്രൈറ്റ് മേടിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് സ്പ്രൈറ്റൊക്കെ മേടിച്ച് കുടിച്ച് പോവാണ്. ഇനിയും ഇവിടുന്ന് കുറേ ദൂരം പോകാനുണ്ട്. നമ്മൾ മിൻറ്റ് മാളിലൊക്കെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെറുതെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു ചില്ലിങ് അത്രേ ഉദ്ദേശിക്കണുള്ളൂ. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും കൂടെ ഇങ്ങനെ പോകുമ്പം അതൊരു പ്രത്യേക രസമാണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ പോകുന്നത് കേട്ടോ. എല്ലാവരും കൂടെ പോകും, തിരിച്ചു വരും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കായിട്ട് അങ്ങനെ എവിടേക്കും പോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മിൻറ്റ് മാളിലെത്തി. ജസ്റ്റ് മാളിലൊക്കെ ഒന്ന് പോയി കറങ്ങി ഫുഡൊക്കെ കഴിച്ച് വരാമെന്നുള്ള മൈൻഡിലാണ് നമ്മൾ കയറി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ലിഫ്റ്റിൽ പോകാൻ വിചാരിച്ചു. എല്ലാവരും മേലൊക്കെ പോയി കേട്ടോ. അപ്പം ഞാനും സെഫിറ്റിയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ സെയ്യു എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിട്ട് അപ്പോൾ സെയ്യുനോട് ഇങ്ങനെ പറയുകയാണ്, നിന്നെ ഇരുട്ടത്തായിട്ട് കാണുന്നില്ല. അത് കാരണം ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെയ്യു ചിരിച്ച് മറിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മാളിൽ കയറിയപ്പോൾ തന്നെ മക്കൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ അവർ ഇത് അവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലിനു എന്താ ഇവിടെ പരിപാടി? മാളിൽ വന്നിട്ട് പ്ലേ ഏരിയയിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബോളിനെയാണോ ഉരുട്ടുന്നേ? മോളെ ഈ കൂടെ കയറി ഇങ്ങോട്ട് വാ. മേമി കാണിച്ചു തരാവാ, മേമി കാണിച്ചു തരാവാ. ഇങ്ങോട്ട് വാ. എന്നാ കയറ്. അങ്ങനെ കേറാൻ പറ്റുവോ? ഇപ്പുറത്ത് കൂടെ കേറുക, ഇപ്പുറത്ത് കൂടെ കയറി വാ. ഈ കൂടെ കയറിട്ട് ഈ കൂടെ വാ. മെല്ലെ മെല്ലെ മെല്ലെ. ലിനു ഊരാൻ പോവാണേ. ഓക്കെ, രസം പിടിച്ചിട്ടോ. റെഡി, അതാള് കൂടി കഴിച്ചു, ആള് കൂടി. ലിനൂസ് വന്നേ.
ആള് കൂടി വേപ്പോ ആ ഞാന് അപ്പിനോ ജയ്യുന് വേണോ ജയ്യുന് ഇരുത്തി എടുത്തൊക്കെ മുന്നോ വരും. ലിനു ഈ കൂടെയാണോ കേറുക ഇപ്പുറത്തെ കൂടെ കേറ് എന്ത് കളിയാ ആ ലിനുസ് അപ്പുറത്ത് കൂടെ വാ. അപ്പുറത്ത് കൂടെ വാ ആ ബേബി കുട്ടനെ ആ ശ്രദ്ധിക്കണേ മുന്നോ കൈ പിടിക്കണേ ആ റെഡി 1 2 3 ബേബി കുട്ടൻ ഓടിപ്പോയി ഇത്ര നേരം ഉറങ്ങേനു ഗൈസ് ബേബി കുട്ടൻ ഇത്ര നേരം ഉറങ്ങേനു ഗൈസ് വലിയക്കാക്കനെ മുടി കണ്ടിട്ട് പേടിച്ച് ചിരിക്കുന്നേക്കും ഓൻ ചിരിക്കും തുമ്മ മോനെ തുമ്മ് ഇവിടെ ആൾക്കാർ കൂടിട്ടോ ദൈനു ലിനു അതോ കേറി കളിക്കുന്നുണ്ട് അതോ ഇവിടെ വേറെ മക്കൾസ് വന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ടോ, കാരണം നമ്മൾ മക്കളെ കളിയൊക്കെ കണ്ട് അങ്ങനെ ആയിക്കൂടെയൊക്കെ നടന്ന് അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ ഇതാ ഞങ്ങളിനി താഴെ എത്തി. ഇതാ സിനു ലിനുവിനെയും കൊണ്ടുവരികയാണ് കേട്ടോ. ഞങ്ങളിനി ഇവിടുന്ന് നേരെ പുറയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ചിക്കിങ് കണ്ടപ്പോൾ ഞാനും സിനും ഇങ്ങനെ പറയുമായിരുന്നു, ചിക്കിങ്ങിലോട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് മാഗ്നറ്റ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാരണം അവിടുന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോയിട്ട് പുറത്തുനിന്ന് എഴുന്നെങ്കിൽ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിടാം. അപ്പോൾ ഇതാ ട്രെൻഡ്സിൻ്റെ ഒക്കെ ഷോപ്പും കാര്യങ്ങളും ഫുഡ് വെയറും ഒക്കെ മേലെയാണുള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ കാരണം എൻ്റെ ഫോണിലെ ചാർജ് വളരെ കുറവായിരുന്നു ഗൈസ്. ഇപ്പം അധികം വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ലിനൂസിനോടും വരാൻ പറഞ്ഞിട്ട് തന്നെ വരുന്നില്ല കേട്ടോ. അപ്പോൾ ലിനു ഇതാ അങ്ങോട്ടേക്ക് പിന്നെയും തിരിച്ചോടുകയാണ്. അപ്പം അവളോട് ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ പിന്നെയും ഓടി പോവാണ് കേട്ടോ. ആദ്യം നടക്കലായിരുന്നു, പിന്നെ അത് ഓട്ടായി. അങ്ങനെ ഇതാ നമ്മൾ മിൻറ്റ് മാളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം എന്താ പറയുക, ഇങ്ങനെ അങ്ങ് പോയി. അതായത് നല്ല രസമായിരുന്നു സംഭവം. കാരണം നമ്മൾ ഇവിടെ കയറിയപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു വൈകുന്നേരമാണ് കയറിയത്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 7 മണി 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇനി എവിടെയും പോകുന്നില്ല, കാരണം രാത്രിയായില്ലേ. അപ്പം നമുക്കിനി നേരെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊന്ന് കഴിയട്ടെ, കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും. അപ്പോൾ വണ്ടി നിർത്താനൊരു സ്പേസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് കഴിയട്ടെ എന്ന്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് ബേയിലാണ് പോയിട്ടുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫുഡ് ബേയിൽ വരുന്നത്. അപ്പം ഇത് മീനങ്ങാടി ആ ഒരു ഏരിയയിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അങ്ങനെ ഇത് അവിടുത്തെ സെക്യൂരിറ്റി നമ്മുടെ കാർ ഉരുണ്ട് പോകാണ്ടിരിക്കാനാണ് വന്ന് കല്ലൊക്കെ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാനുള്ളത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണ് കേട്ടോ. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനും ഇറങ്ങി. അപ്പോൾ നമ്മൾ പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതേപോലെ അകത്തും ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം വാഷ്റൂമിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും മുകളിലുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ഇനി എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ള രീതിയിൽ ഞാനും മുന്നും സിഫ്റ്റിയും കൂടെ വരികയാണ്. അപ്പോൾ അവിടെ ഒരു മിറർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പട്ടിഷ നടത്താറ്. അപ്പോഴത്തേക്കും ഇവിടെ ചെയ്യൂ എത്തി കേട്ടോ. ഗൈസ് കോലം നോക്ക്, ഇവന്റെ കോലം ഇതാണ് ഹൈലൈറ്റ്. ഞങ്ങൾ അവണ്ട് ചെയ്യുമ്പിക്ക് അവണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഡ്രസ്സ് പിന്നോട്ട് കൊടുത്തു. എന്താ ചെയ്യൂ ഫോണൊക്കെ പിടിച്ച് മാന്തത്.
സെയിന് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഡ്രസ്സൊന്നും എൻ്റെ മേത്ത് നിൽക്കൂല കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഊരിയിട്ടെടുത്തേക്കിനു ആ ഉക്സ് മാത്രം അത് വീണ്ടും തിരിച്ച് ഞാൻ അങ്ങനെ തന്നെ ഇടിപ്പിച്ചു. കാരണം ഓനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ ഇനി കൈയൊക്കെ കഴുകി മേലേക്ക് പോവാമെന്ന് കരുതി. അപ്പോൾ ആണെങ്കിൽ മേലെ പോയി നോക്കുമ്പം ലീനും ഒക്കെ ഡെസ്കിൻ്റെ മേലെ കയറി കുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിങ്ങനെ പുറത്ത് കാറ്റ് കൊണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ AC ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം കേട്ടോ. നമ്മളെന്തായാലും പുറത്താണ് ചൂസ് ചെയ്തത്. മക്കളെയും കൊണ്ട് പുറത്തിരിക്കലാണ് കൂടുതൽ ബെറ്റർ. പിന്നെ നല്ല വൈബും ഉണ്ട് കേട്ടോ, രാത്രി ആയതുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇനൂനും ലിനൂനും പ്ലേറ്റ് കിട്ടിയ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ചെയറൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ജയ്യു ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പോൾ എന്തിനാണെന്നൊന്നും അറിയില്ല, എനിക്ക് വെറുതെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇടങ്ങാറായിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ജയ്യുവിന് പറ്റിയ ഒരു ചെയറും കൂടെ, ചെയറല്ല ഇങ്ങനെയുള്ള ഒരു ക്രാഡിലും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിതാ ജയ്യുവിന് ഇട്ടിട്ടോ. അപ്പോൾ ഓനെ ഹാപ്പിയായി. ഞാനിതാ ഇനി നല്ല സമാധാനത്തോടെ ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ജയ്യുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഷവായും കുബൂസൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ ഇനി വീട്ടിലോട്ട് വിടുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.